ഈ നാടകത്തിന്റെ സംവിധാനം അതായത് അടി എന്നത് മുതലാളി എന്ന ചുമന്ന നീ എന്നെ ചുമന്നോട് കണ്ണു കൊള്ളാൻ ഇങ്ങോട്ട് വല്ല അങ്ങോട്ട് ഇങ്ങോട്ട് പോകും ഡയലോഗ് ഓർമ്മ ഒന്ന് തെറ്റിക്കരുത് ചിരിക്കുന്നു അഴമുടിക്കാൻ ചിരിക്കാനല്ല അട്ട ചിരിക്കുന്നു എന്താ എന്റെ വയറ്റിൽ വളർന്ന രാജ്മോഹൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞേ ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറയടാ ഒന്ന് ആവേശത്തിൽ ആക്ഷേപിക്കാൻ നോക്കുന്നത് മാറ്റാൻ പറ്റുമോ? അങ്ങനെ നിനക്കൊരു നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ മുല്ലപ്പൂമ്പ് ചെന്നെ കാണാൻ ഓടി വന്ന കരികിലേക്ക് ഓടിയാണെന്ന് വന്നതിന്റെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. നോക്കുന്നുണ്ടോ ചേച്ചിയൊക്കെ ഒരാൾ മാത്രം നിന്നാ മതി. ആ അച്ഛൻ വരുന്നു. ഞാനാണ് എല്ലാം അച്ഛൻ ഇവിടെ മുതലാളി വെളി കേൾക്കുന്നു. മീൻകാരൊക്കെയാണല്ലോ ഞാൻ നിർത്തിയാൽ ഇത് ഞാൻ പറയുന്നത് ഗോപി ഗോപി അല്ല ഗോപി. അന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാനിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാനിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാനിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാനിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട നിന്ന് അട്ടഹമുത്ത് ദുഷ്ട അട്ടഹസിക്കുന്നോടാ ദുഷ്ട നിന്ന് ആ പറഞ്ഞത് വസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു ചാടി വീഴുന്നു ചാടുന്നു വീഴുന്നു ചാടുന്നു വീഴുന്നു കുത്തിപ്പിടിക്കുന്നു. ഞാൻ തോക്കില്ല ഇവൻ തോക്കട്ടെ തോക്കെടുത്തിട്ടില്ല നാടകം പൊളിക്കുള്ളൂ. ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം. ആരും വെടി വെക്കുന്നു. മരിച്ചു വീഴുന്നു. നീ മരിച്ചു വീഴ ഞാൻ മരിച്ചു വീഴ
ശരി, ഇത് എവിടെ പോയത്? ഇവിടെ അവിടെ ഭയങ്കര ഉറുമ്പാട് കുടുംബകടിയെ സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്നും മാറി അവിടെ വെച്ചിറങ്ങി നിന്റെ പൊന്നച്ഛനെ ദുഷ്ട നീ നശിച്ചു പോകും. പെങ്ങളെ സൗവർത്തികയെ പെങ്ങളെ സൗവർത്തികയെ പെങ്ങളെ സൗവർത്തികയെ നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നീ ഒരു ഗർഭിണിയായി കാണുന്നു, കുടുംബിനിയായി കാണുന്നു. പറയുന്നു ഇതെങ്ങനെ സംഭവിച്ചു? ഹലോ ഹലോ ഒരു തണുത്ത് മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റേത് ഈ മുതലാളിയല്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ പൊന്ന് പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോടൊന്നേ പറയാനുള്ളൂ, ഇനി മേല നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എന്തോ സംശയം? സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം?